വിശാലമായ അറബിക്കടലിന്റെയും അതിലേക്കൊഴുകുന്ന നദീശൃംഖലയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നാഴികക്കല്ലാണ് ആലപ്പുഴ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശാബ്ദത്തിൽ ഇന്ത്യ മഹാസാമ്രാജ്യത്തിന്റെ വൈസ്രോയിയായിരുന്ന കഴ്സൺ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അത്യാഹ്ലാദത്തോടെ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ പ്രകൃതി തന്റെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ കിഴക്കിന്റെ വെനീസ്. അന്നുമുതൽ ലോകഭൂപടത്തിൽ ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നു. തുറമുഖം, കടൽപ്പാലം, തലങ്ങും വിലങ്ങുമുള്ള തോടുകൾ, അവയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ, റോഡുകൾ, നീണ്ട ഇടമുറിയാത്ത കടൽത്തീരം, പച്ചപ്പു നിറഞ്ഞ ഭൂപ്രകൃതി, ഇവയെല്ലാമായിരിക്കും കഴ്സൺ പ്രഭുവിന് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസിനോടുപമിക്കാൻ പ്രചോദനമേകിയത്. ആലപ്പുഴയ്ക്കൊരു ശ്രേഷ്ഠമായ പൂർവ്വകാല ചരിത്രമുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ദിവാൻ രാജകേശവദാസാണ് ഇന്നത്തെ ആലപ്പുഴ പട്ടണം നിർമ്മിച്ചതെങ്കിലും സംഘകാല ചരിത്രകൃതികളിൽ തന്നെ ആലപ്പുഴയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നോക്കെത്താ ദൂരത്ത് പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള നെൽവയലുകളാൽ സമൃദ്ധമായ കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടും കുഞ്ഞരുവികളും തോടുകളും അവയുടെ ഇടയ്ക്കുള്ള തെങ്ങിൻ തോപ്പുകളും എല്ലാം സംഘകാലത്തിന്റെ ആദ്യപാദം മുതൽക്ക് തന്നെ പ്രസിദ്ധമായിരുന്നു. പ്രാചീനകാലം മുതൽക്ക് തന്നെ ഗ്രീസുമായും റോമുമായും ആലപ്പുഴയ്ക്ക് കച്ചവടബന്ധമുണ്ടായിരുന്നതായി ചരിത്രത്താളുകൾ പറയുന്നു. കിഴക്ക് കോട്ടയം ജില്ലയിൽ നിന്നും തെക്ക് കൊല്ലം, അന്നത്തെ ക്വൈലോൺ ജില്ലയിൽ നിന്നും ഉള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1957 ഓഗസ്റ്റ് 17-നാണ് ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെട്ടത്. ആംഗലേയ ഭാഷയിൽ ആലപ്പി എന്നറിയപ്പെട്ടിരുന്ന ഈ ദേശം 7/2/1990 IUP നമ്പർ 113/90 RD ഉത്തരവ് പ്രകാരം പിന്നീട് ആലപ്പുഴ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഭൗതികമായ പ്രത്യേകതകളുമാകാം ആലപ്പുഴ എന്ന നാമം ഈ പ്രദേശത്തിന് നേടിക്കൊടുത്തത് എന്ന് ഊഹിക്കാം. കടലിന്റെയും അതിലേക്ക് ഒഴുകിപ്പതിക്കുന്ന പരസ്പരം ബന്ധിതമായ നദികളുടെയും ഇടയിലെ ഭൂമി എന്നാണ് ആലപ്പുഴ എന്ന നാമത്തിന്റെ അർത്ഥം. ഇന്നത്തെ ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുകളാണുള്ളത്. ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവയാണ് ആ താലൂക്കുകൾ.